ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ വന്നേ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഫോൺ തോണ്ടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഹോളിൽ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റും കൂടെ കത്തിയിട്ടുണ്ടാവും. പിന്നെ ഫോണൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പതിയെ എണീക്കും. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അത് കണ്ടു, അതെൻ്റെ ടുട്ടു കേട്ടോ. ഇവിടുത്തെ ടുട്ടുമണിയാണ്. ഇതേപോലത്തെ ഒരു ടുട്ടുമണി എനിക്ക് എൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ സർജറി ഞാൻ ഒരു 5-6 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് നിലുള്ള സമയത്ത് എൻ്റെ ക്ലിപ്സ് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം അതൊക്കെ നശിച്ചു പോയി. പിന്നെ ഞാൻ എണീച്ച് അവിടെ തന്നെ കുറച്ച് നേരം ഈ ഞൊട്ടയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെന്താ കുറച്ച് നേരം ബ്ലാങ്ക് ഔട്ടായി അവിടെ ഇരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എങ്ങനെ പോയാലും 8 മണി 8:30 ഞാൻ എണീക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ അതിൽ നേരത്തെ എണീക്കും. ഞാൻ എൻ്റെ റൂമിലാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും കിടക്കുമായിരിക്കും. ഉറക്കത്തിൽ നിന്ന് എണീച്ചാലും ഞാൻ അങ്ങനെ കട്ടിൽ കിടക്കും. ഇവിടെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ അധികം നേരം അങ്ങനെ കട്ടിലേക്ക് കിടക്കാറില്ല കേട്ടോ. പിന്നെ എണീച്ച് ഇത് കട്ടിലല്ല, ഡിവാങ്കോട്ടാണ്. ഡിവാങ്കോട്ടിലെ സാധനങ്ങളെല്ലാം മടക്കി ഫ്രഷായി വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് ഫ്രഷ് ആവാൻ പോയി. തല തിരിഞ്ഞ് പോകുന്നുണ്ട്. സാരമില്ല. ആദ്യം തന്നെ മുടി ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു അമ്മക്കെട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ പല്ല് തേക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പല്ല് തേക്കാൻ കുറേ ടൈം വേണം. അത് ഞാൻ ഫുള്ള് ഇതിൽ കാണിച്ചിട്ടില്ല. ആദ്യം പല്ല് തേക്കണം, അത് കഴിഞ്ഞ് 2 അലൈനേഴ്സും തേച്ച് വൃത്തിയാക്കണം. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷും ക്ലെൻസറൊക്കെ എടുത്തിട്ട് വരാൻ മറന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഹിമാലയയുടെ ചെറിയൊരു ട്യൂബ് വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാം. എൻ്റെ വാട്ടർ ബോട്ടിൽ കണ്ടിട്ടില്ലേ, അത് 3 സെറ്റായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. അതിൻ്റെ മിഡിൽ സൈസ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ സൈസ് ഏറ്റാനുള്ള മടി കൊണ്ട് മിഡിൽ സൈസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഫോണിൽ ഞാൻ യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ലൈവും പിന്നെ എപ്പിസോഡൊക്കെ കാണൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സീക്രട്ട് ഏജൻറ്റ് ഇല്ലേ സായി ചേട്ടൻ, ആളുടെ ഇൻ്റർവ്യൂ കാണുക കേട്ടോ. ഇൻ്റർവ്യൂ അല്ലല്ലോ, മറ്റേ ബിഗ് ബോസ് റിവ്യൂ കാണുക കേട്ടോ തലേ ദിവസത്തെ. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്കിൻ കെയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്തിരുന്ന് എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ടൈമാണ് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ ഹോളിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാം പരസ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഓരോരുത്തരോട് മിങ്കിൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. എനിക്ക് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മറ്റേതാട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എൻ്റെ റൂമിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മാത്രമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഗാർഡൻ ടൈമും ഒഴിച്ച് ബാക്കി ഒരു 3/4 ദിവസവും എൻ്റെ റൂമിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഗാർഡന് വേണ്ടി ഒരു 5 മണിക്കൂർ ഇറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി 15 മണിക്കൂർ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഈ ചൈനീസ് ബോൾസത്തിൻ്റെ ഫ്ലവറാണ് തോന്നുന്നു, അതിൻ്റെ വിത്തെടുത്ത് ഞാൻ പൊട്ടിച്ച് കളിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പൊട്ടിച്ച് കളിക്കാൻ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമല്ലേ? ജസ്റ്റ് ഒരു സ്ലോ മോഷൻ പോലെ കൂടെ ആക്കി കാണിച്ചു തരിക കേട്ടോ. അതിൻ്റെ വിത്തായിട്ട് ഈ തെറിച്ച് പോകുന്ന മൊത്തം അതിങ്ങനെ ചുമ്മാ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ശാസ്ത്രപരമായ ഒരു കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ എപ്പോഴും കളിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പേഴ്സണൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിന് കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എന്നോട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും എനിക്ക് ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ സൈഡിലെയും ചെടികളും പൂക്കളൊക്കെ നോക്കും. പിന്നെ മെയിൻ ഉദ്ദേശം അതല്ല, ഈ പ്രാവശ്യം പോകുമ്പോൾ ഏതൊക്കെ ചെടികളും പൂക്കളും എനിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാട്ടോ എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ അവിടെ ഒരു നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ അല്ല, പക്ഷേ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ മുല്ലപ്പൂല്ലേ, അതുണ്ടായിരുന്നു. അത് ഞാൻ പറിച്ച് വന്നിട്ട് തലയിൽ വെക്കാൻ വേണ്ടി ഒരു 2-3 പറിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിന്ന് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി എൻ്റെ ഫ്ലവേഴ്സൊക്കെ തലയിൽ വെക്കാൻ, പ്രത്യേകിച്ച് മുല്ലപ്പൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ TV കണ്ടുകൊണ്ടാണ് കഴിക്കണേ. ഇവിടെ ചാനൽ റീചാർജ് ആണ്, പണ്ടത്തെ ആ ഒരു സെറ്റപ്പില്ല അവിടെ. ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ചാനൽ അങ്ങനെ റീചാർജ് ചെയ്യാറില്ല വൈഫൈ വെച്ചതിന് ശേഷം. അപ്പോൾ ദോശ കേട്ടോ രാവിലെ തന്നെ കഴിക്കുന്നത്. ദോശ ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കുമ്പോൾ ചായ ചൂടാറുക തന്നെ ചായക്കപ്പം ഇങ്ങനെയും പിടിച്ചിരുന്ന സമയം കളയില്ല കേട്ടോ, എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയായി. ഇതുവരെ എൻ്റെ പരിപാടി എന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള വീഡിയോ ഇന്ന് രാവിലെ ഇടുന്നത്. അത് രണ്ടും എഡിറ്റ് ചെയ്ത് രാവിലത്തെ അപ്ലോഡ് ചെയ്തു. വൈകുന്നേരത്തെ എന്താ പറയുക എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ അത് കാണിക്കാൻ പറ്റാത്ത ഈ ഫോണിൽ തന്നെയായിരുന്നു കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് പിസ്സ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് വന്നു. പിന്നെ ഒരു പിസ്സ ഓർഡർ ചെയ്തു. അത് വരാൻ അത്യാവശ്യം 14 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്. ഇവിടെ അമ്മയുടെ നാട് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് ഉള്ളേരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ 14 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് എനിക്കൊരു പിസ്സ കിട്ടിയത്.
പാലക്കാട് ടൗണിൽ നിന്നാണ് വരുന്നത്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ചുറ്റൂർ തത്തമംഗലം കൂമങ്ങാട് നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു കാടിൻ്റെ അകത്താണ് ഞങ്ങളുടെ വീട്. പക്ഷെ എന്നാൽ ഞങ്ങൾക്ക് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ സാധനം കിട്ടും. ഇത്ര ഡെലിവറി ചാർജ് വരില്ല. പിസയ്ക്ക് 240 രൂപ ആയുള്ളൂ. പക്ഷേ ഡെലിവറി ചാർജ് അടക്കം 375 രൂപ വന്നു. സ്വിഗ്ഗിയിലാട്ടോ ഓർഡർ ചെയ്തത്. സൊമാറ്റോയിൽ നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ആകെ ഒരെണ്ണം കണ്ടുള്ളൂ. അതാണെങ്കിൽ എനിക്കൊരു പേര് കേട്ടിട്ട് ഒരു ഗുമ്പ് തോന്നിയില്ല. അപ്പം പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ 11:50 ചില്ലാനായിട്ടുണ്ട്, 55 ആയിട്ടുണ്ട്. ഇനി എനിക്ക് ബിഗ് ബോസ് കാണണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ബിഗ് ബോസ് കാണാൻ പറ്റില്ല, ലൈവ് കാണാനും പറ്റാറില്ല. രാത്രി ബിഗ് ബോസ് കാണാൻ പറ്റില്ല, ലൈവ് കാണാനും പറ്റാറില്ല. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കുള്ള 12 മണിയുടെ എപ്പിസോഡാട്ടോ ഞാൻ കാണാം. അപ്പോൾ അത് കാണണം. അങ്ങനെ ഏകദേശം 65 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 5 മിനിറ്റിൻ്റെ എൻ്റെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ എനിക്ക് പിസ്സ കിട്ടി കേട്ടോ. ഞാൻ പിസ്സ റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ പിസ്സ ഓർഡർ ചെയ്തത്. അപ്പോൾ സ്വിഗ്ഗി ചേട്ടൻ അത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞിട്ട് ഞാനത് പൊട്ടിച്ച് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഓരോ പീസ് ഇങ്ങനെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന 3 പീസ് ഞാൻ കഴിക്കാം കേട്ടോ. ഒരു പീസ് നാട്ടോ എല്ലാവർക്കും കൂടെ കൊടുത്തത്. ബാക്കി ഉണ്ടായിരുന്ന 3 പീസ് ഞാൻ തന്നെ കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതാ സമയം വൈകുന്നേരം 3:53 ആയിട്ടുണ്ട്. ഇനി ഇത്ര നേരം ചുമ്മാ കിടക്കുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ കിടന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ പിള്ളേർ വരാനായിട്ടുണ്ട്. അതെല്ലാം കഴുകണം, അവരെ വിളിച്ച് അവരെ ബാഗൊക്കെ എടുത്ത് വെക്കണം. അവർ ഓട്ടോയിലാണ് വരിക. പിന്നെ മുറ്റത്തൂടെ കുറച്ച് നേരം നടക്കണം. അപ്പം മഴയൊക്കെ പെയ്ത് തോന്നുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഒരു തണുത്ത ക്ലൈമറ്റാണ്. പിന്നെ എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ ഈ നേരത്തെ കുളിക്കില്ലെങ്കിലും ഇവിടെ ആകുമ്പോൾ ഞാൻ നേരത്തെ കുളിച്ച് കയറും. അപ്പോൾ അതൊക്കെയാണ് ഇനി വൈകുന്നേരത്തെ പരിപാടികൾ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്യാമറ കൊണ്ടേ അവിടെ സെറ്റ് ചെയ്ത് വെച്ച പാടെ എനിക്ക് ഈ സ്കൂൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ വേഗം ക്യാമറേൻ്റെ അവിടെ നിന്ന് ഓടി പോവുക. എന്നിട്ട് ഫ്രണ്ടിൽ പോയി ബാഗ് എടുത്ത് പിന്നെ പുറകിൽ പോയിട്ട് പിള്ളേരെ വിളിക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂക്ക് വലിക്കുന്ന സ്വഭാവം ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ടോ അത് നിങ്ങൾ പറയണേ. എനിക്കങ്ങനെ ഒന്നും എടുക്കാണ്ട് പറയാൻ കിട്ടണില്ല. അപ്പോൾ ആ പിള്ളേരെ ഓടി കയറി, അതിൻ്റെ പുറകെ ഞാനും കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാഗൊക്കെ അവിടെ ഉമ്മറത്ത് വെച്ചിട്ട് ഞാൻ പോയി ഗേറ്റ് അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റ് അടച്ച്, കാരണം ഇവിടെ ഗേറ്റ് അങ്ങനെ തുറന്നു ഇടാറില്ല. ഇവിടെ എപ്പോഴും ഗേറ്റ് അടച്ചിട്ടിടുക. അത്യാവശ്യം മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഇവിടെ വീട് വന്നിട്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ എപ്പോഴും ഗേറ്റ് ഇങ്ങനെ തുറന്നിടുന്ന സ്വഭാവമില്ല. ഞങ്ങളുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പോൾ ഉള്ളിലാണ്, ഭയങ്കര ഉള്ളിലോട്ടാട്ടോ വീടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? നമുക്ക് ഈ Q&A നടത്തിയല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഒന്ന് പറയണം. പിന്നെ ഗേറ്റൊക്കെ അടച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ ലെല്ലെല്ലാം പാടി അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആക്ച്വലി എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇന്നും പഠിക്കണം വിചാരിച്ചു, വീഡിയോ എടുത്ത് അന്നും പഠിക്കണം വിചാരിച്ചു. 2 ദിവസം നടന്നില്ല. എന്താ അറിയില്ല, പഠിക്കാനിരിക്കുമ്പോൾ മൈൻഡ് അങ്ങോട്ട് സെറ്റാവില്ല. പിന്നെ വൈകുന്നേരമായി പിന്നെയും ഫുഡ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഭയങ്കര ഫുഡിയാണ്. ഇവിടെ വരുമ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പ്രശ്നമോ. കാരണം എന്നെ ചീത്ത അറിയും. എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ 1 നേരം ഒക്കെയാണ്, അല്ലെങ്കിൽ 2 നേരം ഒക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇവിടെ വന്ന 3 നേരം എങ്ങനെയാണെങ്കിൽ ഇത്തിരിയെങ്കിലും വായി പോകണം. ചായ അടക്കം 4 നേരം, അല്ലെങ്കിൽ അത് പ്രശ്നം. അപ്പം ഞാൻ ചായ കുടിക്കുമ്പോൾ അപ്പാപ്പന് അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പാപ്പനോട് സംസാരിച്ചുകൊണ്ട് കേട്ടോ ചായ കുടിക്കുന്നത്. ഭയങ്കര കത്തിയടിയായിരുന്നു. എന്തൊക്കെയോ വലിയ കത്തിയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടക്കുന്നത്. കണ്ടോ ആ കത്തിയടിക്കുന്ന ഉഷാറിൽ ഞാൻ അവിടെ ചാരി ഇരുന്നിട്ട് ഞാൻ എണീച്ച് നിവർന്നൊക്കെ ഇരുന്നിട്ടൊക്കെ ആട്ടോ വർത്താനം പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കൂടിയും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ സമയം 6 മണി. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ സ്കിൻ കെയർ എടുത്തിരുന്നത് ഒരു ഫേസ് ഓയിലും ലിപ്പ് ഓയിലും പിന്നെ ഒരു പാക്ക് ചെയ്യാനായിട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് എടുത്തിട്ട് ഫേസ് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു ½ hour വയ്ക്കാം. ഇത് ഒക്ടോബർ മാതാവിൻ്റെ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർ കുറേ പേര് പിള്ളേരെല്ലാവരും കൂടെ കൊന്തയ്ക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ചെറിയ സ്കിൻ കെയർ ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഫേസിലൊരു ഓയിൽ ഇടുക. ഫേസിലും ലിപ്പിലും ഇടുന്നുണ്ട്. എന്നിട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു 20 to 30 minutes വരെ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓയിലിട്ട് ഞാൻ അരമണിക്കൂറിൽ മുകളിലേക്ക് ഇരിക്കാറില്ല. മാക്സിമം പോയ അരമണിക്കൂർ, അതിലും മുകളിൽ ഇരിക്കാറില്ല. ജസ്റ്റ് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസ് നല്ലപോലെ. കാരണം രക്തക്കൊട്ടൊക്കെ കണ്ട് കൂടട്ടെ, എന്താ അതൊക്കെ കൂടട്ടെ അങ്ങോട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. ഇത് കഴിഞ്ഞ് ഒന്ന് ഇതൊക്കെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പാക്ക് ഇടാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് സമയം 6:15. ഇന്നലെ ഈ നേരത്തെ ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ലേറ്റായി. വേറൊന്നും ഉണ്ടല്ല, പിള്ളേരുടെ കൂടെ കളിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ക്ലിപ്സ് ഒന്നും കാര്യങ്ങളൊന്നും എടുത്തില്ല. വേറൊന്നും ഉണ്ടല്ല, എനിക്കിങ്ങനെ എൻ്റെ കംഫർട്ട് സോണിലോട്ട് വേറെ ആരും ഇടിച്ച് കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതേ ചിന്താഗതി തന്നെയായിരിക്കും ബാക്കിയുള്ളവർക്കെന്ന് ചിന്തിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് കീത്തിന് വീഡിയോ കയറാൻ ഇഷ്ടമാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ വീഡിയോസ് എടുക്കാറുണ്ട്. എൻ്റെ കൂടെ ചില വീഡിയോസിൽ ഒരു കൊച്ചിനെ കാണാമല്ലോ, അവൻ. ബാക്കി ആരും പെർമിഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ അവർ ഓക്കെ അല്ലാണ്ട് വീഡിയോയിൽ എടുക്കാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എന്നെ മാത്രം മെയിനായിട്ട് കാണിച്ചുകൊണ്ട് എടുക്കുന്നത്.
നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ, നമ്മുടെ കംഫർട്ട് സോണിൽ കയറി വേറൊരാൾ വരുന്നത് ഇഷ്ടമല്ലല്ലോ. അതന്നെയാട്ടോ എനിക്കും. അപ്പം നമ്മൾ പിന്നെ അത് മറ്റൊരാളോട് ബ്രേക്ക് ചെയ്താൽ ബാക്കിയുള്ളവർ നമ്മളോടത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ഉണ്ടാവും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഇല്ലല്ലോ. അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത്, വേറൊരാളെ അവരെ പെർമിഷനിലാണ് വീഡിയോയിൽ എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്തിനാണ് എൻ്റെ പെർമിഷനിലാണ് എൻ്റെ കംഫർട്ട് സോണിലോട്ട് കയറി വരുന്നതെന്ന് അത് ചോദിക്കാനുള്ള വോയിസ് എനിക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചോദിക്കാനുള്ള വോയിസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞാനൊരു 10 to 20 minutes ഇരിക്കും. ഇപ്പോൾ 6:15, ഒരു 6:40 വരെ ഇരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു പാക്ക് ഇട്ടിട്ട് കുളിക്കാൻ പോവാം. അങ്ങനെ കഥ പറഞ്ഞിരുന്ന ഏകദേശം ഒരു 10-20 മിനിറ്റായി. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ടി വിയും കണ്ട് കുറച്ച് നേരം. പിന്നെ ഞാനിവിടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാട്ടോ ഓയിൽ വാഷ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പയറുപൊടിയോ കടലമാവോ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇവിടെ പെട്ടെന്ന് കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാൽപ്പൊടിയുടെ പാടയും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനത് സൗണ്ട് റെക്കോർഡ് ചെയ്തു, പക്ഷേ എന്തോ കാരണത്താൽ അത് റെക്കോർഡായില്ല. പാട ഫേസിന് നല്ലതാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഞാനൊരു പൊടി മിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ ഇടുക കേട്ടോ, ഫേസിലിടുക ചെയ്യുന്നത്. ഞാൻ ഓരോ ദിവസം ഓരോ പാക്കുകളും ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ പരീക്ഷിക്കാറ്. അപ്പോൾ ഇന്നത്തെ പാക്ക് ഇതായിരുന്നു. അപ്പോൾ ആദ്യം കലക്കിയപ്പോൾ മറ്റേ പൊടി കൂടിയിട്ട് ഭയങ്കര തിക്കായി. എന്നിട്ട് ഞാൻ കുറച്ച് പാലും പാടയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ നല്ല പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം, എത്ര പേര് പറഞ്ഞാലും കുറേ പേര് തെറ്റിദ്ധാരണ, ഒരു പാക്ക് ഇടുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ചെയ്യാത്തവരായിരിക്കും പലരും. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു, അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഞാൻ പറഞ്ഞാലും എല്ലാവരും ചെവിക്കൊള്ളണമെന്നില്ല, എന്നാലും ഞാൻ പറയാം, ഒരാൾക്കെങ്കിലും മനസ്സിലായാലോ. നമ്മൾ കുറേ കാലങ്ങളോളം ഒരു പാക്ക് ഡെയിലി, അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ ഡെയിലി ചെയ്യുന്നൊരു റൂട്ടീൻ ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു ലൈറ്റർ ഷെയ്ഡിങ്ങിൽ ആയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആവണം എന്നുള്ളവർക്ക് കേട്ടോ. അത് അങ്ങനെ ആയില്ലെങ്കിൽ എന്തോ ആണെന്ന്, വൾഗാരിറ്റി ആണെന്നൊക്കെ വിചാരിക്കുന്നത് അത് വെറുതെ. ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനെ ആവണം എന്നുള്ളത്. അങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോഴാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പപ്പടം അച്ചാറും കണ്ടപ്പോൾ അതിരുന്ന് ഞക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ ചില പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. അച്ചാർ ഇത് നല്ല പുളിയുള്ള അച്ചാറായിരുന്നു. കട്ട് മാംഗോ പിക്കിളായിരുന്നു, വാങ്ങിയതായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനിത് മസാജ് ചെയ്ത് കളയണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അധികം നേരം മസാജ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണിപ്പോയി. പിന്നെ ഞാൻ വേഗം അത് കഴുകി കളഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോകാം കേട്ടോ. അത് കഴുകി കളഞ്ഞ് കുളിച്ച് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫേസിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് എങ്കിലും മനസ്സിലാവും. ഇത് കഴുകി കളയാൻ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ പാക്ക് ഇടുന്നേക്കാളും അത് എനിക്ക് തോന്നുന്നു ഞാൻ കലക്കിയത് കുറച്ച് കട്ടിക്കാം, പിന്നെ ഇട്ടതും കുറച്ച് കട്ടിക്കായിരുന്നു. അതുകൊണ്ട് ഉണങ്ങാനും ടൈം എടുത്തു, ഫേസിൽ നിന്ന് പോകാനും ടൈം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിക്കാട്ട് ചെയ്ത്. ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമല്ലായിരുന്നു, ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ നിങ്ങൾ എൻ്റെ ഫേസ് കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് കുറച്ചെങ്കിലും ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, ഈ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ പോകും. പക്ഷേ ഇത് ഡെയിലി യൂസ് ചെയ്താലാണ് ആ റിസൾട്ട് സ്റ്റേ ബാക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കണതും അതേപോലെ സ്കിൻ കെയർ ചെയ്യണതും ഒക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അങ്ങോട്ട് മൈഗ്രെയിൻ കയറി, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മൈഗ്രെയിനൊക്കെ കയറി വയ്യാണ്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഫേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, വേറെ ക്ലിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ചെയ്തേക്കാൻ പറ്റിയിട്ടുള്ളൂ. ടാറ്റാ ബൈ, സീ യു.